ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ് ഗെയിമേഴ്സ്. അപ്പോൾ കഴിച്ച് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ GTA San Andreas ആണ് ഓക്കെ. അപ്പം നമ്മൾ ഇന്നാണെങ്കിൽ പോകുന്നത് വെച്ചാൽ CJ ഒരു ജോലിക്കൊക്കെ പോവുകയാണ് ഓക്കെ. എന്തോ ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത CJ ആണെങ്കിൽ ഇന്ന് ജോലിക്ക് പോവുകയാണ് ഓക്കെ. അപ്പോൾ നമ്മളാണെങ്കിൽ ജോലിക്ക് പോകാനായിട്ട് ആദ്യം നമുക്ക് അവിടോട്ട് പോകണം ഓക്കെ. നമ്മൾ പോകുന്നത് ആംബുലൻസിലാണ് ഓക്കെ, ജോലിക്ക് പോകുന്ന ആംബുലൻസ് ഡ്രൈവറായിട്ട്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകണം ഓക്കെ. നമ്മുടെ എവിടോട്ട് പോകണം, എന്തായിരുന്നു, ആശുപത്രിയിലോട്ട് പോകണം, ഹോസ്പിറ്റലിലോട്ട്. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ. അപ്പോൾ ഇതുവരെയായിട്ട് നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ല, ഒന്ന് ലൈക്ക് അടിക്കാതെ, ഷെയർ ചെയ്തിട്ടില്ല ഷെയറും ചെയ്യുക. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകണം ഓക്കെ. നമ്മളാണെങ്കിൽ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ. ആശുപത്രി കണ്ട അവിടെയാണ് ഓക്കെ. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണം ഓക്കെ. എത്രയും പെട്ടെന്ന് ചെല്ലാൻ പറ്റുമോ അങ്ങോട്ട് ചെല്ലണം ഓക്കെ. ഈ നമ്മളാണെങ്കിൽ നമ്മുടെ ബുക്കാട്ടി എടുത്തുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ബുക്കാട്ടി എവിടെ നമ്മുടെ ഒരു ഈ മാൻഷനിൽ കൊണ്ടുവരണം ഓക്കെ. അവിടെ കൊണ്ടുവരണം. ഇപ്പം നമ്മുടെ ആ ഗ്യാരേജിൽ 2 വണ്ടിയുണ്ട്. ഒന്ന് മറ്റേ ഇതും ഉണ്ട് ഓക്കെ. BMW ഉണ്ട്, പിന്നെ സ്വിഫ്റ്റും ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഇടണ്ട ഓക്കെ. നമുക്ക് കുറച്ച് അങ്ങോട്ട് കയറ്റിടാം ഓക്കെ. പുല്ലിൻ്റെ അകത്തെങ്ങാനും കയറ്റിടാം ഓക്കെ. നമുക്കപ്പം എന്നായിരുന്നു അവിടെ 2 വണ്ടി കിടപ്പുള്ളതുകൊണ്ട് നമുക്ക് ആ ഗ്യാരേജ് കയറ്റി ഇടാൻ പറ്റത്തില്ല നമ്മുടെ വണ്ടി. അങ്ങനെ നമുക്ക് ഏതായാലും ഈ ഒരു വണ്ടി നമുക്ക് വേറെ എവിടോട്ടേലൊക്കെ കൊണ്ടുവരണം നമ്മുടെ. അപ്പോൾ അതാ നമുക്ക് ഇന്ന് കയറാം ഓക്കെ. നമ്മുടെ ജോലിക്ക് കയറാം ഓക്കെ. നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ഓക്കെ. നമുക്ക് ജോലിയിലോട്ട് പോകണം. നമുക്കാണെങ്കിൽ ഇതാണ്ട് അവിടെ ഒരാൾ എടുക്കണം ഓക്കെ. ഇവരെ നമുക്ക് ഓക്കെ വണ്ടി ഇടിച്ച് ഓക്കെ. നമ്മൾ ആംബുലൻസിലാണ് ഓക്കെ പോകുന്നത്. ഇവരെ കൊണ്ട് നമുക്ക് രക്ഷിക്കാൻ പോകണം ഓക്കെ. 15 സെക്കൻഡേ ഉള്ളൂ ഓക്കെ. അതിനുള്ളിൽ നമുക്ക് അവിടെ എത്തണം. അങ്ങനെ നമ്മൾ ഒരാളെ അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് ഓക്കെ. നമുക്ക് അടുത്ത ആളെ എടുക്കണം ഓക്കെ. അപ്പോൾ അവിടെ മാപ്പിൽ കാണിച്ചിട്ടുണ്ട് ആളെവിടെ നിൽക്കുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകണം ഓക്കെ. പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോകണം ഓക്കെ. അവിടെയാണ് ആൾ നിൽക്കുന്നത്. നമുക്ക് സെക്കൻഡൊക്കെ ഉണ്ട് ഓക്കെ. 1 മിനിറ്റിനുള്ളിൽ നമുക്ക് അവിടെ എത്തണം ഓക്കെ. അവരെ തിരിച്ച് കൊണ്ടുവരുമ്പോഴേ നമുക്ക് ഇതുപോലെ സെക്കൻഡൊക്കെ ഉണ്ട് ഓക്കെ. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണം. അപ്പം ഞാൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ. ആളെവിടെ നിൽക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. നമുക്കായാലും അങ്ങോട്ട് ചെല്ലാം ഓക്കെ. ആംബുലൻസ് തന്നെ വേറെ ആരെയൊക്കെ ഇടിച്ചിടുന്നുണ്ട് ഓക്കെ. അവിടെ ആയിട്ട് എന്താണ് അതാണ് നിൽക്കുന്നത് ഓക്കെ. ഇവിടെയാണ് നിൽക്കുന്നത്. നമുക്കായാലും വിളിച്ചുകൊണ്ട് പോകാം ഓക്കെ പുള്ളിക്കാരനെ കൊണ്ട് ഓക്കെ. നമുക്ക് 36 സെക്കൻഡിനുള്ളിൽ നമുക്ക് അവിടെ എത്തണം ഓക്കെ. നമുക്ക് പെട്ടെന്ന് എത്തണം ഓക്കെ. എങ്ങനെയല്ല അങ്ങോട്ട് ഓക്കെ. പോലീസിനായിട്ട് നമ്മൾ ഇടിച്ച് ഓക്കെ. ആംബുലൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഒന്ന് നോക്കാനൊക്കെയാണ് ഓക്കെ ഓടിക്കുന്നത്. നമുക്ക് അതിലും അവിടെ എത്താം ഓക്കെ. താണ്ട നമ്മൾ എത്താറായിട്ടുണ്ട് കേസൊക്കെ. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് $50 കിട്ടിയിട്ടുണ്ട് ഓക്കെ. ഇനി നമുക്ക് വേറെ ആൾക്കാരും വന്നിട്ടുണ്ട് ഓക്കെ. നമുക്കാണെങ്കിൽ ഇവിടെ അടുത്തുള്ള ഒരാളെ കൂടെ വിളിക്കാം ഓക്കെ. ഇവിടെ താണ്ട അടുത്ത് നിൽപ്പുണ്ട്. താണ്ട നിൽക്കുന്നത് ഓക്കെ. വിളിക്കാം. താണ്ട വീഴുന്നു ഓക്കെ. നമുക്ക് പെട്ടെന്ന് പോകണം ഓക്കെ. ഓക്കെ. നമ്മുടെ സ്റ്റാർ ഒക്കെ പോയിട്ടുണ്ട് ഓക്കെ. നമുക്ക് 15 സെക്കൻഡോടെ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ 15 സെക്കൻഡിന് മുന്നേ അവിടെ എത്തിക്കണം ഓക്കെ. 15 സെക്കൻഡ് വേണ്ട ശരിക്കും ഇവിടെ എത്തിക്കുക ഓക്കെ. ഓക്കെ. നമ്മളങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ. നമുക്ക് അടുത്ത ആളെ കൂടെ വിളിക്കണം. ഏതാണ്ട് ശബ്ദമൊക്കെ കേൾക്കുന്ന ഓക്കെ. എത്തിയത് ഇവിടെ അടുത്ത് തന്നെയാണ് ഓക്കെ എല്ലാവരും ഉള്ളത്. നമുക്കായാലും അവരെ കൂടെ വിളിക്കുക ഓക്കെ. ആളവിടെ നിൽപ്പുണ്ട്. ആൾ വണ്ടിയൊക്കെ കയറിയിട്ടുണ്ട്. നമുക്ക് പോകാം ഓക്കെ. അതിൻ്റെ ഇടയ്ക്ക് ഇവർ ശ്രമിക്കുകയാണ് ഓക്കെ. നമുക്ക് പെട്ടെന്ന് ചെല്ലണം ഓക്കെ. അതിൽ എത്രയും പെട്ടെന്ന് എത്തണം നമുക്ക് അവിടോട്ട്. ഇതിവിടെ ഫുള്ള് അടുത്തായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല ഓക്കെ. നമ്മളവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ. നമുക്ക് $200 കിട്ടിയിട്ടുണ്ട് ഓക്കെ. ഓക്കെ. നമ്മുടെ വണ്ടിയുടെ എല്ലാം പൊളിഞ്ഞൊക്കെ പോയി ഓക്കെ. ഈ വണ്ടിയും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇനി ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. നമുക്ക് ആളും കൂടെ വിളിക്കാം ഓക്കെ. ഇവിടെ ആൾ നിൽപ്പുണ്ട് ഓക്കെ. നമുക്ക് വിളിക്കാം ഓക്കെ. വണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് 19 സെക്കൻഡ് ഉണ്ട് ഓക്കെ. അതിനുള്ളിൽ നമുക്ക് അവിടെ എത്തിക്കണം. ഇതുവഴി പോകണ്ട ഓക്കെ. നമുക്ക് ഇതുവഴി പോവാം
ഈസൊക്കെ നമ്മളവിടെ എത്താറായിട്ടുണ്ട് ഈസ്. അങ്ങോട്ട് പെട്ടെന്ന് ചെല്ലണം ഈസൊക്കെ. ദാണ്ട കയറിട്ടുണ്ട് ഈസൊക്കെ. ഈസൊക്കെ ഇനി നമുക്ക് 2 പേരെയും കൂടെ വിളിക്കണം ഗൈസ്. ഉമ്മാരാണെങ്കിൽ ഫുള്ള് ഇവിടെ നിൽക്കുക ഗൈസൊക്കെ. ബ്ലോക്കാക്കി നിൽക്കുകയാണ്. ഇവിടെ അടുത്തൊരാളുണ്ട്, നമുക്ക് ആളെ വിളിക്കാം. ജസ്റ്റ് ഒന്ന് ഇടിച്ച് ഗൈസൊക്കെ. അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ വണ്ടിയൊക്കെ നല്ലതായിട്ട് പൊട്ടിപ്പൊളിഞ്ഞിരിപ്പുണ്ട്. അവിടെ ആളെ നിൽപ്പുണ്ട്, നമുക്കായാലും വിളിക്കാം ഗൈസൊക്കെ. ഓക്കെ ഗൈസൊക്കെ, നമുക്ക് 10 സെക്കൻഡിനുള്ളിൽ ആളെ വിളിക്കണം. കയറുന്നില്ല ഗൈസ് ആള്. 3 സെക്കൻഡേ ഉള്ളൂ, അതിനുള്ളിൽ കയറണം. ഓക്കെ ഗൈസൊക്കെ, നമുക്ക് 16 സെക്കൻഡ് കിട്ടിയിട്ടുണ്ട് ഗൈസൊക്കെ. ആ 16 സെക്കൻഡിനുള്ളിൽ നമുക്ക് ആളെ അവിടെ കൊണ്ട് വിടണം ഗൈസൊക്കെ. ഗൈസൊക്കെ ഇനി നമുക്ക് 10 സെക്കൻഡ് കൂടെ ഉള്ളൂ ഗൈസൊക്കെ. പെട്ടെന്ന് കൊണ്ട് വിടണം. 4 സെക്കൻഡ്. ഓക്കെ, നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഗൈസ്. മിഷൻ ഫെയിൽഡ് ഗൈസൊക്കെ. 3 ആൾക്കാരെ സേവ് ചെയ്യാൻ പറ്റിയില്ല. ആൾ ചത്ത് പോയിട്ടുണ്ട് ഗൈസ്. കണ്ടോ, അവിടെ ചത്ത് കിടപ്പുണ്ട്. ഓക്കെ ഗൈസൊക്കെ, ഇനിയും നമുക്ക് ആളെ വിളിക്കണം ഗൈസൊക്കെ. ഇല്ലേ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ജോലിക്ക് കയറണം ഗൈസൊക്കെ, ആയിരിക്കും നല്ലത്. ഓ ഗൈസ്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ചതേ ഉള്ളൂ ഗൈസൊക്കെ. പോലീസ് സ്റ്റാർ വന്നിട്ടുണ്ട് ഗൈസ്. നമുക്കാണെങ്കിൽ എന്നാൽ പിന്നെ ടാക്സി ജോലിക്ക് കയറാം ഗൈസ്. നമുക്കതിന് ടാക്സിയൊക്കെ വല്ലയിടത്തൊന്നും കിട്ടണം ഗൈസൊക്കെ. ഈ റോഡിൽ കൂടെ പോകുന്ന ഏതിലൊക്കെ ടാക്സീനെ പിടിച്ചങ്ങ് ഇറക്കി വിട്ടിട്ടെടുക്കാം ഗൈസൊക്കെ. ഇവിടെ ഒന്നും ടാക്സി കാണുന്നില്ല ഗൈസൊക്കെ, അതാണ് കുഴപ്പം. അല്ലാത്തപ്പൊക്കെ ടാക്സി കാണുന്നതാണ് ഗൈസൊക്കെ. ഇപ്പം മാത്രം ടാക്സി കാണത്തില്ല. അവിടെയാണ് ഗൈസൊക്കെ ടാക്സി ഉള്ളത്. ടാക്സി കാണില്ല ഗൈസൊക്കെ ഒരിടത്തും ഇല്ല. നമുക്ക് പോലീസിൻ്റെ ആ ഒരു ജോലിക്ക് പോകണം ഗൈസൊക്കെ. ഇല്ല, പോലീസിൻ്റെ ഒക്കെ ഭയങ്കര പാടാണ് ഗൈസൊക്കെ ആ ജോലിയൊക്കെ. ഇവിടെ ടാക്സി ഒന്നും കാണുന്നില്ല. നമുക്ക് ഇവിടെ നിന്ന് അതിലൊക്കെ ടാക്സി ഒപ്പിക്കണം ഗൈസ്. അപ്പം ടാക്സി കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു ജോലിക്ക് പോകാമായിരുന്നു ഗൈസൊക്കെ. ഇവിടെ ഒന്നും ടാക്സി കാണുന്നില്ല ഗൈസൊക്കെ. ഇപ്പോൾ ഇവിടെ നിന്ന് ഒറ്റ ടാക്സി പോലും കാണുന്നില്ല ഗൈസൊക്കെ. ഇല്ലാത്തപ്പൊക്കെ ടാക്സിയൊക്കെ കാണുന്നതാണ് ഗൈസ്. പോലീസ് വരുന്നുണ്ട് ഗൈസൊക്കെ. നമുക്കൊരു കാര്യം ചെയ്യാം, പോലീസിൻ്റെ ജോലിക്ക് കയറാം ഗൈസൊക്കെ. എന്താ പോകുന്നു ഗൈസ്. പോലീസ് നമ്മൾ ഇടിച്ചിട്ടുകൊണ്ട് പോയി ഗൈസ്. ഇല്ല വേണ്ട ഗൈസൊക്കെ, നമുക്ക് ടാക്സി തന്നെ മതി. അതിന് നമുക്ക് ടാക്സി ഇല്ല ഗൈസൊക്കെ. നമുക്കാണെങ്കിൽ ആ ഒരു ടാക്സി എവിടുന്നേലും ഒപ്പിക്കണം ഗൈസൊക്കെ. അപ്പം ഞാനാണെങ്കിൽ ടാക്സി ഒപ്പിച്ചിട്ട് കാണാം ഗൈസ്. ഗൈസൊക്കെ അങ്ങനെ നമുക്ക് ടാക്സിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസൊക്കെ. ഈ ടാക്സിയുടെ ഒരു പ്രത്യേകത ഇതുണ്ട് ഗൈസൊക്കെ, ചാടുന്ന ടാക്സിയാണ്. കണ്ട ഗൈസ്, ചാടും ഗൈസ് ഈ ടാക്സി. എന്നാന്നൊന്നും അറിയത്തില്ല. കണ്ട, മറ്റേ ക്യാമറ എനിക്ക് മാറ്റാൻ പറ്റില്ല ഗൈസൊക്കെ. അതുപോലെ മറ്റേ സസ്പെൻഷൻ്റെ ഈ സാധനമൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഏതായാലും അങ്ങോട്ട് പോകണം ഗൈസൊക്കെ. ഇവിടെ അടുത്തൊരാളുണ്ട്, നമുക്ക് ആളെ വിളിക്കണം ഗൈസൊക്കെ. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നുണ്ടോ ഇപ്പോൾ ഉണ്ട് ഗൈസൊക്കെ. ഈ ടാക്സി കണ്ടോ ഗൈസൊക്കെ, ചാടുന്നതുകൊണ്ട് ഭയങ്കര പാടാണ്. നമുക്ക് ബാക്ക് അടിക്കാനൊന്നും പറ്റത്തില്ല. കണ്ടോ ഗൈസൊക്കെ, ഇവരെ ആ ജയിലിൻ്റെ അവിടെ കൊണ്ടാണ് നമ്മൾ ഇടേണ്ടത് ഗൈസൊക്കെ. ജയിലിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് ഏതായാലും അങ്ങോട്ട് പോകാം ഗൈസൊക്കെ. നമുക്ക് ഈ ഇടവഴിയൊക്കെ കയറ്റിക്കൊണ്ട് പോകാം. ഈ ഇതുവഴി വേറൊരു ഇടവഴിയുണ്ട്, നമുക്ക് തന്നെയാണല്ലോ 1 മിനിറ്റിനുള്ളിൽ അവിടെ എത്തിച്ചാൽ മതി ഗൈസൊക്കെ. നമുക്ക് ഈ ഇതുവഴി അങ്ങോട്ട് ചാടിക്കാം ഗൈസ്. ഓക്കെ, ഇതുവഴിയൊക്കെ തന്നെയാണ് പോകുന്നത്, കറക്റ്റാണ്. ഓക്കെ, നമുക്ക് ഏതായാലും അവിടെ എത്താറായിട്ടുണ്ട് ഗൈസൊക്കെ. ഇവിടെ അടുത്താണ്, പെട്ടെന്ന് എത്തിക്കാം ഗൈസൊക്കെ. ഈ സമയത്തിനുള്ളിൽ എത്തിക്കാം ഗൈസൊക്കെ. ഈ ഒരു വണ്ടിയുടെ പ്രത്യേകതയാണ് ചാടിപ്പോവാം ഗൈസൊക്കെ. ഗൈസൊക്കെ പോലീസിൻ്റെ അടുക്ക വന്നപ്പോൾ ചാടിച്ചേ. ഒക്കെ നമ്മളതിൽ ആ ജയിലിൻ്റെ ഒക്കെ അടുക്കൽ എത്തിയിട്ടുണ്ട് ഗൈസൊക്കെ. ഓക്കെ, ഇവിടെ അടുത്താണ്. നാണ്ട് നമുക്കിവിടെ എടുക്കാറായിട്ടുണ്ട് ഗൈസൊക്കെ. ഗൈസൊക്കെ നമ്മളെല്ലാം ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. ഒരു കാറിൻ്റെ മണ്ടക്ക് കയറി നമ്മൾ. അത് നമുക്ക് ആ സ്ഥലത്ത് എത്തിയാൽ മതി. പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസൊക്കെ. കിട്ടിയിട്ടുണ്ട് ഗൈസൊക്കെ. ഇനി ഇവിടെ അടുത്ത് വേറെ ആൾക്കാരുണ്ട് ഗൈസൊക്കെ. നമുക്ക് അവരെയും കൂടെ ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, അതാണ്ട് ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ, അവരൊന്ന് കയറുന്നുണ്ട്.
പക്ഷേ ഇവരെ എവിടെ കൊണ്ടിടണ്ടെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് അതിൽ അങ്ങോട്ട് പോകാം കേസൊക്കെ. കേസൊക്കെ ഇവിടെ അടുത്ത് തന്നെ ആട് കൊണ്ടുവിടേണ്ടത്. ഏതാണ്ട് ഇവിടെ അടുത്താണ്. എവിടാന്ന് അറിയത്തില്ല കേസൊക്കെ. ഇവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഏതാണ്ട് അവിടെ ആണ് കേസൊക്കെ. നമുക്ക് ഈ ഇടവഴി കയറ്റിക്കൊണ്ട് പോകാം കേസ്. നമുക്ക് $6 കിട്ടിയിട്ടുള്ളൂ കേസൊക്കെ ഇവിടുന്ന് അവിടം വരെ. എന്താണ്ട് ഇവിടെ അടുത്ത ആളുണ്ട്. കാർ കയറുന്നില്ല ഗൈസ്. പതിയെ വന്ന് കയറുവാണ്. എന്താ കയറാത്തൊക്കെ കയറുന്നുണ്ട്. കയറിയിട്ടുണ്ട്. നമുക്ക് എയർപോർട്ടിൻ്റെ അവിടെയാണ് ഗൈസൊക്കെ കൊണ്ടുവിടേണ്ടത്. നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസൊക്കെ. എയർപോർട്ട് ഇനിയിപ്പോൾ എവിടെ ആയിരിക്കും ഗൈസ്? എന്താ ശബ്ദമൊക്കെ കേൾക്കും ഗൈസൊക്കെ. നമ്മൾ വണ്ടിയൊന്നും ഇറങ്ങി ഗൈസ്. ഏതായാലും നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട് ഗൈസൊക്കെ. ഗൈസ് ഇത് കണ്ടോ ഗൈസ്? ഇപ്പോൾ ഇവിടെ ഫുള്ള് ടാക്സിയാണ് ഗൈസൊക്കെ. ഫുള്ള് ടാക്സിയാണ് കണ്ടോ? അല്ലാത്തപ്പോൾ ഒന്നും ടാക്സി കിട്ടത്തില്ല ഗൈസൊക്കെ. ഇവിടെ ആരോ ഒരു പുള്ളിക്കാരൻ ഇപ്പോൾ ഉണ്ട്. പുള്ളിക്കാരന് പറഞ്ഞ പുള്ളിക്കാരന് വേണ്ടിയിട്ട് ജോലി ചെയ്യണം ഗൈസൊക്കെ. നമുക്ക് പുള്ളിക്കാരന് വേണ്ടിയിട്ട് ജോലിയൊന്നും ചെയ്യണ്ട. നമുക്ക് തൽക്കാലം ഈ ഒരു ടാക്സി എടുത്തോണ്ട് നമ്മുടെ വീട്ടിലോട്ട് പോകും ഗൈസൊക്കെ. പക്ഷേ ഈ ഒരു ടാക്സിക്കൊക്കെ ജോലി ചെയ്യാൻ പറ്റത്തില്ല ഗൈസൊക്കെ. മറ്റേ ജോലി ചെയ്യുന്ന ആ സാധനം കാണുമില്ല. ഏതായാലും നമുക്ക് നമ്മുടെ വണ്ടി ആ ആശുപത്രിയുടെ അവിടെ കിടപ്പുണ്ട് ഗൈസൊക്കെ. നമുക്ക് ഏതായാലും ആ ഒരു വണ്ടി എടുക്കണം ഗൈസ്. ഇപ്പോൾ ആശുപത്രിയിലോട്ട് നമ്മൾ പോകണം ഗൈസ്. നമ്മുടെ ബുക്കാട്ടി ആശുപത്രിയിലവിടാണ് കിടക്കുന്നത്. അതിലും ഗൈസൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് കാണാം ഗൈസൊക്കെ. അങ്ങനെ നമ്മുടെ ആ ഒരു ഇത് ബുക്കാട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസൊക്കെ. നമുക്കിനി നമ്മുടെ വീട്ടിലോട്ട് പോകണം. ഓക്കെ നമുക്ക് ഗൈസൊക്കെ നമുക്കായാലും നമ്മുടെ വീട്ടിലോട്ട് പെട്ടെന്ന് തന്നെ പോകാം ഗൈസ്. അപ്പോൾ ഗൈസൊക്കെ നിങ്ങൾ ഇതുവരെയായിട്ട് ലൈക്ക് അടിച്ചിട്ടില്ല, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്തിട്ടില്ല, ഷെയറും ചെയ്യും ഗൈസൊക്കെ. ഗൈസൊക്കെ നമ്മളെല്ലാവരെയൊക്കെ ഇടിച്ചിട്ടിട്ടാണ് പോകുന്നത് ഗൈസൊക്കെ. പോസ്റ്റും എല്ലാം ഒക്കെ നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ലാം ഗൈസൊക്കെ. നാളെ ഇതൊന്നുമല്ല നമ്മുടെ വീട്. ഇവിടെ ഒന്നും ലോഡായിട്ടില്ല ഗൈസൊക്കെ. മാപ്പ് അതാണ്. ജസ്റ്റ് ഒന്ന് മാപ്പിൻ്റെ അതൊന്നും എടുത്താൽ മതി. ഇപ്പം ലോഡായിക്കോളും. പക്ഷേ നമ്മുടെ വീട്ടിൻ്റെ അടുക്കൽ എത്തിയിട്ടുണ്ട് ഗൈസൊക്കെ. നമുക്ക് അവിടെ താണ്ട ഓൾറെഡി നമ്മുടെ ഗ്യാരേജിൻ്റെ അകത്ത് 2 വണ്ടി കിടപ്പുണ്ട് ഗൈസൊക്കെ. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ബുക്കാട്ടി അതിൻ്റെ അകത്ത് ഇടാൻ പറ്റത്തില്ല ഗൈസൊക്കെ. നമ്മൾ ഇന്നലെ എടുത്ത ആ സ്വിഫ്റ്റും ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ നേരത്തെ BMW ഉണ്ട്. അപ്പോൾ ഗൈസൊക്കെ ഇതുവരെയായിട്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല, ഒന്ന് ലൈക്ക് അടിക്കുക ഗൈസൊക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. അപ്പോൾ ഇതുവരെയായിട്ട് ലൈക്ക് ചെയ്തിട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്യുക, അത് ഷെയർ ചെയ്തിട്ടില്ല ഷെയർ ചെയ്യുക. അപ്പം അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ മറ്റാർക്കും ബൈ.